ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു പഴം കൊണ്ടുള്ളൊരു വിഭവമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. പഴം കൊണ്ടുള്ളൊരു കിഡിലൻ പത്തിരിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം മലബാർ ചട്ടിപ്പത്തിരി അല്ലെങ്കിൽ അതിശയപ്പത്തിരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ പഴം കൊണ്ടുള്ള ചട്ടിപ്പത്തിരിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് പഴം കൊണ്ടുള്ള ചട്ടിപ്പത്തിരി എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിന്നിപ്പം പഴം കൊണ്ടുള്ള ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിപ്പം അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്. അപ്പം ഇതുകൊണ്ട് ചട്ടിപ്പത്തിരി പോലത്തെ ഇങ്ങനത്തെ റെസിപ്പീസ് അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വലിയ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 2 ചെറിയ പഴമൊക്കെ എടുക്കേണ്ടി വരും. നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം സാധാരണ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പം തേങ്ങ അല്ലെങ്കിൽ മുട്ട ഇതൊക്കെ ചിക്കിയതൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഴം കൂടി ചേർക്കുന്നുണ്ട്. മുട്ട ഒഴിവാക്കിയിട്ട് അതിന് പകരം പഴമാണ് ചേർക്കുന്നത്. അപ്പോൾ പഴം ഞാൻ ഒരു വലിയ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പീസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ പഴത്തിൻ്റെ ചെറിയ പീസും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ വേണം നമുക്ക്. പിന്നെ കുറച്ച് കശുവണ്ടി വേണം, കാഷ്യൂനട്ട് വേണം. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും വേണം. പിന്നെ നട്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കേട്ടോ, എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ളത് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഞാനൊന്ന് വറുത്തിട്ട് ആദ്യം മാറ്റി വെക്കുന്നുണ്ട്, ഡെക്കറേഷനായിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡെക്കറേഷന് പിന്നെ വേറെ നമ്മൾ പാന് ചൂടാക്കിയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഡെക്കറേഷനുള്ളത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് പഴം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ് സാധാരണയായിട്ട് ഒരു 4-5 മുട്ട, തേങ്ങ, നട്ട്സ്, പഞ്ചസാര ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാറ്. അപ്പോൾ ഞാനിപ്പോൾ ആ 4-5 മുട്ടയ്ക്ക് പകരമാണ് ഇപ്പോൾ ഇവിടെ പഴം ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പഴവും പഞ്ചസാരയും പിന്നെ ബാക്കിയുള്ള നട്ട്സും കൂടി ഞാനിപ്പം നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊന്ന് മാറി വന്ന ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കളറ് മാറി വന്നിട്ടുണ്ട്, നമ്മുടെ പഴത്തിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നട്ട്സും ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ ചെരുവേതെന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം, കുറച്ച് കൂടുതൽ തേങ്ങ ചെരുവേത് വേണമെങ്കിൽ എടുക്കാം. പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് വെക്കുന്ന ഫില്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പാനാണോ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ സൈസിനനുസരിച്ചിരിക്കണം നമ്മളിതിൻ്റെ ഫില്ലിങ് എത്ര വേണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ ഫില്ലിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കുറച്ച് തികഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങയും പഞ്ചസാരയും പഴവും നട്ട്സും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ ഒരു മിക്സ്ചർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി, പക്ഷേ ബ്ലെൻഡറിലാവുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിലേക്ക് 4 മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ സ്പൂൺ കൊണ്ടോ വിസ്ക് കൊണ്ടോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരം പാല് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാവരുടെ അടുത്തും ഉണ്ടാവണമെന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാല് ചേർക്കാൻ കേട്ടോ. അപ്പോൾ പാലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പിലും കുറവ് മതി കേട്ടോ പാല്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ്ചറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. ദോശമാവ് ഉണ്ടാക്കാനുള്ള ബാറ്ററാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ സെയിം ബ്ലെൻഡറിലേക്ക് തന്നെ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 1 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ദോശമാവ് ഉണ്ടാക്കാനുള്ള ബാറ്ററിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പം വല്ലാണ്ട് ലൂസാവരുത്, എന്നാൽ വല്ലാണ്ട് തിക്കാവരുത്. അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത്. ഇതിപ്പോൾ ഒരു 8-10 ദോശ ഉണ്ടാക്കാനുള്ള മാവുണ്ടാകും. അപ്പോൾ അഥവാ തികയാതെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ മൈദപ്പൊടി എടുത്താൽ മതി, മുട്ടയുടെ അളവ് കൂട്ടണ്ട. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് നെയ്യ് തടവിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ദോശകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ചുള്ള ദോശ ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വലിയ ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഏത് പാനാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വലുപ്പത്തിലുള്ള ദോശ വേണം നിങ്ങൾ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ദോശ വല്ലാണ്ട് മൂപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട, കാരണം ആ സോഫ്റ്റ്നെസ് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വശവും ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ വീണ്ടും ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ബാറ്റർ കഴിയുന്നത് വരെ ദോശകൾ ഇങ്ങനെ ചുട്ടെടുത്തിട്ട് മാറ്റി വയ്ക്കണം. പിന്നെ സാധാരണ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ദോശമാവ് കൊണ്ടല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ ചപ്പാത്തി പോലെ മൈദ പരത്തിയെടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ അത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു സംഭവമാണ്, പക്ഷേ അതും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള ദോശയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ ബാക്കി എല്ലാതും നമ്മൾ അവിടെ സൈഡിൽ തന്നെ റെഡിയാക്കി വെക്കും വേണം, എല്ലാം പെട്ടെന്ന് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാൻ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുക്കണം കേട്ടോ, കാരണം നെയ്യിൽ നമ്മൾ പിശുക്കത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഇതിൽ ഒട്ടിപ്പിടിക്കും. അപ്പം ഈ പാന് മൊത്തത്തിൽ നമ്മൾ നെയ്യ് കൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ ഫ്ലെയിം അത് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ പാനിൽ നന്നായിട്ട് നെയ്യൊക്കെ തടവിയിട്ടുണ്ട്. അപ്പം പാനൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശയും ഇതുപോലെ ഈ മുട്ടയുടെ മിക്സ്ചറിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ദോശ വെച്ച് കൊടുക്കുമ്പം സൈഡൊക്കെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ, കാരണം ഇതാണ് നമ്മുടെ ബേസ്. പിന്നെ ആദ്യത്തെ ദോശ അത്യാവശ്യം വലുപ്പമുള്ള തന്നെ വെച്ച് കൊടുക്കുക, ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ദോശയുടെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് കുറച്ച് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കാരണം നമ്മൾ മേലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നതാണല്ലോ. ഇനി ഓരോ ദോശയും എടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സ്ചറിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം മുട്ടയുടെ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. എന്നിട്ട് ഇതേപോലെ ഫില്ലിങ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കുറേശ്ശെ ഫില്ലിങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും വെക്കരുത്, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ് കഴിയുന്ന വരെയാണ് ഞാനിപ്പം ഈ ദോശ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ലെയറാക്കി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫില്ലിങ് റെഡിയാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫില്ലിങ് കിട്ടും. എനിക്കിപ്പോൾ കുറച്ചൊരു കുറവുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ പറയുമ്പം കുറേ ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സ് പോലെ തോന്നും, പക്ഷെ നമ്മളിത് ഉണ്ടാക്കി തുടങ്ങുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഈ മലബാറുകാർക്ക് പ്രത്യേകിച്ച് ഇത് കണ്ണടച്ചുണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളിൽപ്പെട്ട ഒരെണ്ണമാണ്. ബിരിയാണി, ഈ ചട്ടിപ്പത്തിരി, ഇതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണെന്ന് പറയാറുണ്ട് സാധാരണ എല്ലാവരും. അപ്പോൾ ഇതാ എൻ്റെ ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ദോശ കൂടി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മാവിൽ. അപ്പോൾ 8 ലെയറാണ് തോന്നുന്നു ഞാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള ഈ മുട്ടയുടെ മിക്സ്ചർ അതിൻ്റെ മുകളിൽ, ബാക്കി മൊത്തത്തിൽ ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഡെക്കറേഷനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, ഉണക്കമുന്തിരിയും, അത് ഒഴിച്ചു കൊടുത്തിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരിട്ട് ഫ്ലെയിമിൽ ഇത് വെക്കരുത്. ഇതുപോലെ ഒരു പാന് ചൂടാക്കിയിട്ട് ആ പാനിൻ്റെ മുകളിൽ വേണം ഇത് വെച്ച് കൊടുക്കാൻ. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ ഈ മുകൾ ഭാഗം കണ്ടോ, ആ മുട്ടയുടെ മിക്സ്ചറൊക്കെ നന്നായിട്ട് അതിൽ സെറ്റായി വന്നിട്ട് മാത്രമേ നമ്മളിത് വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാവൂ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, കാരണം വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഇളക്കി മാറ്റാൻ പറ്റും. എന്നിട്ട് സൈഡിൽ കുറച്ച് നെയ്യും തടവി കൊടുക്കുക. അതുപോലെ നമ്മൾ വേറെ പാനിലേക്ക് ഇത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പാന് ചെറിയൊരു ചൂടുണ്ടായിക്കോട്ടെ. അതുപോലെ തന്നെ നെയ്യ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം അവിടെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഞാൻ ഈ പാനിലേക്ക് ഇത് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്പ് ചെയ്യുമ്പം മുട്ടയുടെ മിക്സ്ചർ വല്ലാണ്ട് സെറ്റായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, നമ്മൾ അടിഭാഗം ഏതായാലും കുക്ക് ചെയ്യുന്നില്ലെന്ന് വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്താണ്. അപ്പോൾ കുറച്ചൊരു മുട്ടയുടെ മിക്സ്ചർ പുറത്തേക്ക് പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ മുകൾ ഭാഗം നന്നായിട്ട് റെഡിയായിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടിഭാഗം ഇനി കൂടുതൽ വെക്കേണ്ട, ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. കാരണം നമ്മൾ ഉണക്കമുന്തിരിയൊക്കെ വെച്ചല്ല, അപ്പോൾ അത് വല്ലാണ്ട് ഡാർക്കായി പോവും. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. പഴം കൊണ്ടുള്ള ചട്ടിപ്പത്തിരിയാണ്. ഇവിടെ അങ്ങനെ മധുരമുള്ളത് കഴിക്കുന്നത് നെയ്വട, പാൽ കേക്ക്, പിന്നെ കഴിക്കുന്ന ഒരു സ്നാക്കാണ് ഈ ചട്ടിപ്പത്തിരി. അല്ലാണ്ട് എല്ലാ മധുരമൊന്നും കഴിക്കാറില്ല, പുഡിങ് പോലും കഴിക്കാറില്ല. പക്ഷേ ചട്ടിപ്പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. ഇക്കയുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് ചട്ടിപ്പത്തിരി. അപ്പോൾ ഞാൻ മുമ്പും ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയൊക്കെ കുറേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പൈസി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി നമുക്ക് ഉണ്ടാക്കാം. ഫില്ലിങ് നമ്മൾ മധുരത്തിന് പകരം സ്പൈസി ആക്കി കൊടുത്താൽ മതി. അപ്പം പിന്നെ ചപ്പാത്തി വെച്ചിട്ട് ഉണ്ടാക്കാം, ദോശയ്ക്ക് പകരം ചപ്പാത്തി ആക്കിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ്. പഴം കൊണ്ടുള്ള ചട്ടിപ്പത്തിരിയാണ്. നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും വെച്ച് കൊടുക്കുക, കൂടുതൽ ദോശ ബാറ്റർ ഉണ്ടാക്കിയാൽ മതിയാകും. അപ്പോൾ ചട്ടിപ്പത്തിരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതിയായിരിക്കുക. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടോ ഒക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.